പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം കയറ്റുമതി നിലച്ചതോടെ മുട്ട കെട്ടിക്കിടക്കാൻ തുടങ്ങിയത് കനത്ത വിലയിടിവിന് കാരണമായിരുന്നു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം കോഴിമുട്ട വില കൂടാൻ തുടങ്ങി. പൊള്ളുന്ന ചൂടിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം. വേനലവധിക്കാലമാണെന്ന് കരുതി മുട്ട വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇനി പറ്റില്ല. കാരണം മുട്ടയ്ക്ക് വില കുതിച്ചുവരികയാണ്. ഓംപ്ലേറ്റിനും മുട്ടദോശയ്ക്കും മുട്ടാവിയലിനും മുട്ട ബിരിയാണിക്കും മുട്ട പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞെട്ടിച്ചിരിക്കുകയാണ് മുട്ട വിപണി. അതെ, ഏറെ നാളുകൾക്ക് ശേഷം കോഴിമുട്ട വില വീണ്ടും കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം മുട്ട കയറ്റുമതി തടസ്സപ്പെട്ടത് നേരത്തെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒന്നായിരുന്നു. അതിനുശേഷം നാമക്കല്ലിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്ന 7 കോടി മുട്ടകളിൽ 1 കോടിയോളം വിദേശത്തേക്ക് അയച്ചിരുന്നതാണ്. എന്നാൽ കയറ്റുമതി നിലച്ചതോടെ ഇവ ആഭ്യന്തര വിപണിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്തു. അങ്ങനെ വില കുത്തനെ ഇടിഞ്ഞു. ഇത് കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചത്. നിലവിൽ ആഭ്യന്തര വിപണിയിൽ വില കൂടുന്നത് കർഷകർക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. എന്നാലും കയറ്റുമതി പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. നിലവിൽ രാജ്യത്തെ പ്രധാന മുട്ട ഉൽപാദന കേന്ദ്രമായ നാമക്കലിലാണ് മുട്ടവില വീണ്ടും കൂടുന്നത്. മാർച്ച് അവസാനം വരെ 3 രൂപ 85 പൈസയായിരുന്നു ഒരു മുട്ടയുടെ വില. ഒറ്റ ദിവസം കൊണ്ട് 25 പൈസയാണ് കൂടിയത്. നിലവിൽ 4 രൂപ 55 പൈസയിലാണ് ഇവിടെ വ്യാപാരം നടക്കുന്നത്. കഠിനമായ വേനൽ ചൂട് കാരണം കോഴികളുടെ ഉൽപാദനക്ഷമത കുറഞ്ഞതാണ് മുട്ടവില കൂടാൻ പ്രധാന കാരണമായി പറയുന്നത്. നാമക്കലിൽ കൂടാതെ മൈസൂരിൽ 5 രൂപ 20 പൈസയാണ് ഒരു മുട്ടയുടെ വില. ബംഗളൂരിലാകട്ടെ 5 രൂപ തന്നെയാണ്. ഹൈദരാബാദ് 4 രൂപ 75 പൈസയ്ക്കാണ് മുട്ട വിപണി നടക്കുന്നത്. മുട്ടവിലയിൽ സമാനമായ വർധനവ് രേഖപ്പെടുത്തിയത് ശരിക്കും കർഷകർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആശ്വാസം പകരുന്ന ഒന്നു തന്നെയാണ്. ഇതോടെ നാമക്കലിലെ കോഴി കർഷകരും കയറ്റുമതിക്കാരും വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. ദിവസം ശരാശരി 7 കോടി മുട്ടയാണ് നാമക്കല്ലിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.